നമുക്കറിയാം ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായി. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹലിൽ എല്ലാ മഹലിലും നടക്കുന്നത് പോലെ തന്നെ പതാക ഉയർത്തി നമ്മുടെ മഹലിലെ എല്ലാ ആളുകളുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്ത് വളരെ നല്ല രൂപത്തിലുള്ള ഒരു പരിപാടി നമ്മളിവിടെ നടത്തി. അല്ലാഹു എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, വരക്കൽ മക്കാമിൽ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതുപോലെ തന്നെ സമസ്തക്ക് ഇതുപോലെ അസ്ഥിവാരമിട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള സാദാത്യങ്ങൾ ഉലമാക്കൾ അവരൊക്കെ സിയാറത്ത് ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്ക് ഈ സമയത്ത് വളരെ അഭിമാനത്തോടുകൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ നമ്മൾ വളരെ നല്ല രൂപത്തിൽ വളർത്തി ഈ കുട്ടി നല്ല രൂപത്തിലാവണമെന്ന് നമ്മൾ മനസ്സിൽ കരുതി അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടെ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്കാൾ സന്താനം വളർന്ന് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത് പോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമ്മളൊക്കെയാണ് ഇതുപോലുള്ള സ്ഥാനങ്ങളിലും അതുപോലെ ഇത്രയും മഹത്വത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ മഹലിനടക്കമുള്ള ഓരോ മുസ്ലിം മഹലുകളും അതുപോലെ സഹോദരന്മാരും സഹോദരിമാരും അതുപോലെ പ്രവാസി സുഹൃത്തുക്കളും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രയും സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിയത് എന്ന് നമുക്കറിയാം. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചുരുങ്ങിയ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നമ്മൾ പരിചയമുള്ളത് തന്നെയാണ്, അത് കൊടിതട്ടെടുക്കാമെന്ന് മാത്രം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നമുക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബാക്കളിലൂടെ അതുപോലെ താബീഈകളിലൂടെ അതുപോലെ തന്നെ മഖ്ദൂമുമാരിലൂടെയൊക്കെ നമുക്ക് പകർന്നു കിട്ടിയതായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ ഈ സമൂഹത്തിൽ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് സമസ്തക്കുണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥികാരെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തതൊന്നും ശരിയല്ല. പള്ളിയിൽ മുന്നോട്ടോടാൻ പാടില്ല, അതുപോലെ തന്നെ മൗലിദ് പാരായണം നടത്താൻ പാടില്ല, അതുപോലെ തന്നെ ഖുതുബിയത്ത് നടത്താൻ പാടില്ല തുടങ്ങിയിട്ട് മുസ്ലിം സമൂഹങ്ങൾ ആ കാലം വരെയും ആചരിച്ചുകൊണ്ട് നടത്തിയിരുന്ന ഒരു ആചാരവും അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരു പുതിയ ആദർശവുമായിക്കൊണ്ട് ഈ കലാപത്തിന്റെ മലബാർ കലാപത്തിന്റെ സമയത്ത് പല ഭാഗങ്ങളിലേക്ക് ഒളിച്ചോടി ഒരു പുതിയ ആശയവുമായിക്കൊണ്ട് നമ്മുടെ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇതുപോലുള്ള ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഇവിടെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ സാധാർത്ഥികളും ഉലമാക്കളും ഒക്കെ ആലോചിച്ചുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിന്റെ ആദർശം നിലനിർത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ അത് പലതാറിന്റെ തനതായ ശൈലിയിൽ നിലനിർത്താൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലനിർത്തിയിട്ടുള്ളത്. അതാണ് നമ്മുടെ മഹലിൽ നമ്മൾ ഈ കാലത്തിലേക്ക് കൊണ്ട് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കുന്നത്തോടാത്ത പള്ളി അവിടെയുണ്ട്, അതുപോലെ തന്നെ ഖുതുബിയത്ത് പോകാൻ പാടില്ല എന്ന് പറയുന്ന പള്ളി നമ്മുടെ പരിസരങ്ങളിൽ ധാരാളമുണ്ട്, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ദുആഇല്ലാത്ത പള്ളികൾ ധാരാളമുണ്ട്. ഇതെല്ലാം വേണമെന്ന് സ്ഥാപിക്കുന്ന ഒരു മഹല് നമ്മുടെ ഈ പരിസരത്ത് നമ്മുടെ ഈ മഹല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിന്റെ വാർത്താക്കളാകുന്ന നമ്മൾ ഈ മഹല് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മഹാന്മാരായ കഴിഞ്ഞുപോയ കാലത്തുണ്ടായിരുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വസൂരികളായ ആളുകളുമൊക്കെ ഇവിടുത്തെ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന അതിന്റെ യഥാർത്ഥ പാതയിലൂടെ തന്നെ കൊണ്ടുപോകാനാണ് ഈ കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടുകൂടി തന്നെ വിദ്യാർത്ഥികളെ എതിർക്കുന്ന കാര്യത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠൻ അതുപോലെ അനിയൻ അവരൊക്കെ മറ്റുള്ള ആദർശത്തിലായിരിക്കാം, അതുപോലെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ആളുകൾ മറ്റുള്ള ആദർശത്തിലുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അവരോടുകൂടെ നമ്മൾ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കണം. അവരോടുകൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപഴകുന്നതോടുകൂടി നമ്മുടെ ആദർശത്തിന് കോട്ടം തരുന്ന യാതൊരു പ്രവർത്തനങ്ങളോ ഒരു വിശ്വാസമോ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പരിസരത്തുള്ള മഹല്ലുകളിൽ നിന്നും എല്ലാ പള്ളികളിൽ നിന്നുമൊക്കെ പാമ്പ് വിളിക്കുന്ന സമയത്ത്
ഈ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. എല്ലാ പള്ളിയിലെ എല്ലാവരെയും തുടരാനോ ഒക്കെ അങ്ങനെ തന്നെയല്ലേ എന്നുള്ള ഒരു ചുറ്റുപാടിലേക്ക് ഇപ്പൊ പഴയതിനേക്കാളും ഒരു പുതിയ പുതിയ ചിന്താഗതി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എല്ലാ നാട്ടിലും കടന്നു വരുന്നത് അത് വിദഗ്ധരാരുടെ അവരുടെ ആ ഇഞ്ചക്ഷനിന്റെ കാരണമായി കൊണ്ടാണെന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ്, അത് തച്ചുവെക്കാൻ വേണ്ടിയാണ്, വിദഗ്ധത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അതിവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ സമൂഹത്തിന് എല്ലാ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സമസ്ത. അതോടുകൂടെ തന്നെ മതവിദ്യാഭ്യാസത്തിനും നമ്മുടെ വിശ്വാസത്തിനും എതിരല്ലാത്ത ഏതെങ്കിലും ഭൗതിക വിദ്യാഭ്യാസവും എല്ലാം നൽകുന്നതിനും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അവകാശത്തിന് നമുക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നതായ അന്ധവിശ്വാസങ്ങൾ ഇന്ന് പിന്നെ അന്ധവിശ്വാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആത്മീയ ചൂഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരീഖത്തിന്റെ ശുൽബുകളും അതുപോലെ തന്നെ മഹാന്മാരും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതായ ശരീഅത്തും ഹദീഖത്തും എല്ലാം കൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളെ തട്ടിക്കൂട്ടി ഓരോ സ്ഥലങ്ങളിലും ഏജന്റുമാരെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ വലിയാണ്, ഞാൻ സൂഫിയാണെന്ന് പറയുന്ന വിഭാഗത്ത് അത്തരം ആളുകളെയും എതിർക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവരെ രൂപീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം അതിന്റെ പ്രവർത്തനത്തിന് സൗകര്യത്തിന് വേണ്ടിയായി ധാരാളം സംഘടനകളായി കൊണ്ട് അതിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ മദ്രസകളിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ ബോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ എത്രത്തോളം ഭൗതിക വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ അവർ പോലും കണ്ടെത്താത്ത രൂപത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ പാഠപുസ്തക പരിഷ്കരണങ്ങൾക്ക് എത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ മറ്റൊന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. അതുപോലെ നമ്മുടെ മഹല്ലിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ നമ്മുടെ മഹല്ലിൽ സജീവമായി കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടുകൂടെ തന്നെ SKSSF അതുപോലെ തന്നെ സജീവമായി നമ്മുടെ മഹല്ലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ SPV സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തുടങ്ങി ഒരുപാട് സംഘടനകൾ പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു കോട്ടവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെയാണ് സമസ്ത ഇങ്ങനെ വിവിധ സംഘടനകളായിക്കൊണ്ട് ഈ ഘടകങ്ങളെയും കീഴ്ഘടകങ്ങളെയും എല്ലാവരെയും ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടെ തന്നെ ജംഇയ്യത്തുൽ മുദർരിസീൻ, ജംഇയ്യത്തുൽ മുത്തഫാവൽ തുടങ്ങിയിട്ട് ജംഇയ്യത്തുൽ മുഫത്തിശീൻ തുടങ്ങി ഒരുപാട് സംഘടനകൾ അതിന്റെ പോഷക സംഘടനകളായിക്കൊണ്ട് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രസ്ഥാനമായിക്കൊണ്ട് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളർന്നതിൽ നമ്മളെ ഓരോരുത്തരും അഭിമാനിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് ആ ജീവിതത്തിന്റെ അവസാനം വരെ ഖിയാമത്ത് നാൾ വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലനിൽക്കുകയും അതിന്റെ ആശയത്തിന് അതിന്റെ ആദർശത്തിന് ഒരു അളവ് വിഭജിക്കാതെ വിദഗ്ധത്തിന്റെ ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കറിയാം എന്തുകൊണ്ട് സമസ്ത എത്ര വളർന്നു. ഇതിന്റെ ആദർശ വിശുദ്ധിയായതുകൊണ്ട് ആദർശത്തിൽ കളങ്കം വരുത്തിയിട്ടില്ല. നബിയെന്ന് പറഞ്ഞു, മഹാന്മാരെന്ന് പറഞ്ഞു, സഹാബാക്കളെന്ന് പറഞ്ഞു, അതുപോലെ മദ്ഹബിന്റെ ഇമാമികൾ എന്ത് പഠിപ്പിച്ചു ആ ആദർശത്തിൽ യാതൊരു കളങ്കവും വരുത്താതെ ഇന്നും 100 വർഷം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അറബി മാസപ്രകാരം 100 കഴിഞ്ഞു, ഇംഗ്ലീഷ് മാസപ്രകാരം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അത് 100ലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നേതൃത്വ
വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ഈ മഹല്ലിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഇത്തരമൊരു സംവിധാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദാണ് എന്നതിന്റെ ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ സയ്യിദുൽ ഖാസിം മുത്തുക്കോയ തങ്ങൾ അതിന്റെ പ്രസിഡന്റ്. അതുപോലെ ഉസ്താദ് അടക്കമുള്ള ധാരാളം സുഹൃത്തുക്കളും ആലിമീങ്ങളും ഫുഖഹാക്കളും അടങ്ങുന്ന വലിയൊരു നേതൃത്വം നമുക്കുണ്ടാകുമ്പോൾ എന്തിനാണ് നമ്മൾ മാറി ചിന്തിക്കുന്നത്? എന്തിനാണ് അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പല ഭാഗങ്ങളിലേക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ തിന്മയായിക്കൊണ്ട് വളരെ ശക്തമായിക്കൊണ്ട് നമ്മൾ അണിനിരക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടുകൂടെ ഇവരുടെ നേതൃത്വത്തോടുകൂടെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഈ നാട്ടിലെ, അതുപോലെ എല്ലാ നാടുകളിലെയും സാധാരണക്കാരായ, അതുപോലെ പണക്കാരും സാധാരണക്കാരുമായ ഉമറാക്കളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഉലമാക്കൾ മാത്രം കൂടിയതുകൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഈ പറഞ്ഞ രൂപത്തിലൊന്നും ആയതുകൊണ്ട് ഇത് പരിപൂർണമാകില്ല. അത് പരിപൂർണമാകണമെങ്കിൽ ഉമറാക്കളുടെ കൂട്ടായ്മയും വേണം. അതെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് സമസ്ത ഇത്രയും ഒരു വൃക്ഷമായിക്കൊണ്ട് 100 വർഷത്തിലും അത് തിളങ്ങി മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, 5 മിനിറ്റ് പോലും അതിനെ കുറിച്ച് പറയാം. എന്റെ വിദ്യാഭ്യാസ ബോർഡിൽ 10,946 മദ്രസ, ഏകദേശം 11,000-ഓളം മദ്രസ നമ്മുടെ ഈ സമസ്തക്ക് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള, അതുപോലെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, അതുപോലെ തെലങ്കാന, ലക്ഷദ്വീപ്, അന്തമാൻ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മദ്രസ സമസ്തയുടെ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള UAE, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് ഈ രാജ്യങ്ങളിൽ മുഴുവനും സമസ്തയുടെ മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം സൗകര്യം ഇതൊക്കെ യഥാർത്ഥമായിട്ടുള്ള നല്ല ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളായിക്കൊണ്ടാണ്. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ മദ്രസ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്കൂൾ വർഷ സിലബസ് പ്രകാരം 322 മദ്രസകൾ സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉറുദു സിലബസ് പ്രകാരം 644 മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മദ്രസയ്ക്ക് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ 11,50,280 കുട്ടികൾ നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര? 11,50,280 കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സമസ്തയുടെ മദ്രസയിൽ. അതുപോലെ തന്നെ അധ്യാപകരായിക്കൊണ്ട് 1,02,751 മദ്രസയിലെ അധ്യാപകർ, അത് MSR-ഉള്ള ഔദ്യോഗിക മദ്രസയുടെ എല്ലാ രേഖകളുമുള്ള അധ്യാപകർ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ സമസ്ത മാറിയതിൽ നമുക്കൊക്കെ ഈ 100 വർഷം തികയുന്ന ഈ സമയത്ത് അഭിമാനിക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയാനുണ്ട്. മാത്രമല്ല, 562 റൈറ്റുകളിൽ സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 111 മുഖദ്ദിശമാരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ 3, യുവതന്മാര് 7, മുജവ്വിദകൾ 9, മുജവ്വിദാത്തിന് 27. പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇവിടെ സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നത്. ഇങ്ങനത്തെ 27 പിന്നെ മുജവ്വിദാത്തുകൾ ഇന്ന് സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലകളിലും സമസ്ത വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം വലിയൊരു പ്രസ്ഥാനം അത് പടുത്തുയർത്തുന്നത്, അത് കാത്തു സൂക്ഷിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ കാലത്തുണ്ടായിരുന്ന നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാരും സഹോദരിമാരും ഇവിടുത്തെ ഉമ്മമാക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ എല്ലാവരും കൂടി ചേർന്നപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ അത് വളരെയധികം കാണാനും കേൾക്കാനും സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറി. ഇന്ന് മുസ്ലിങ്ങൾക്ക് വരുന്ന, അതുപോലെ നാട്ടിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആദ്യം സമസ്ത എന്ന് പറയുന്നു എന്നുള്ള ഇടത്തേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ സമയമാറ്റമാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ സമസ്ത കഴിയുന്ന രൂപത്തിൽ ഇവിടുത്തെ എല്ലാ നിയമപാലകരെയും അതുപോലെ തന്നെ നിയമത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് കഴിയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടുകൂടെ ദുരിതാശ്വാസം, വയനാട്
കൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ദുരിതാശ്വാസം നേതൃത്വത്തിന് വേണ്ടി സഹായങ്ങൾ കോടിക്കണക്കിന് രൂപയാണ് സമസ്തക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്, ധാരാളം വിശദീകരിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ അവസാന ശ്വാസം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്കും നമ്മുടെ യുവാക്കൾക്കും സഹോദരിമാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ വിവിധ മേഖലകളിലായി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SMF, അതുപോലെ SKSSF, SYS, SPV തുടങ്ങുന്ന പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിന്റെ തനതായ ശൈലിയിൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവർ ശക്തിപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.